ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മൾ ഹാക്കിംഗ് വോയിസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി എന്താണ് ഹാക്കിങ്, ലിനക്സിൻ്റെ ബേസിക് കമാൻഡ്സ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഹാക്കിങ്ങിൻ്റെ 5 ഫേസസ്, അതുപോലെ തന്നെ CIA ക്ലയൻസ്, ഇതൊക്കെ എന്താണ് എന്നുള്ളത് ബേസിക്കായിട്ടുള്ള ഇതാണ്. ഫസ്റ്റ് ഞാനൊരു ഡോക്യുമെൻറ്റ്സ് ആയിട്ട് സേവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. മാജിക് വേൾഡ് എന്ന് പറഞ്ഞൊരു ഡോക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാജിക് വേൾഡ് വാട്ട് ഈസ് ഹാക്കിംഗ്? ഹാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ, വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തിട്ട് അത് അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുമ്പം നമുക്കിപ്പം വൾനറബിലിറ്റീസും വീക്ക്നെസ്സും കണ്ടുപിടിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഹാക്കേഴ്സ് ടൈപ്പാണ്. ബ്ലാക്ക് ആയിട്ടുണ്ട്, ഗ്രേ ആയിട്ടുണ്ട്, വൈറ്റ് ഹാക്കേഴ്സ് ഉണ്ട്. അങ്ങനെ 3 കാറ്റഗറിയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ഹാക്കേഴ്സിനകത്ത് വരുന്നത്. വൈറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ വൾനറബിലിറ്റീസും കാര്യങ്ങളും അതായത് ആ കറക്റ്റായിട്ടുള്ള അഡ്മിനെ ഇൻഫോം ചെയ്യുന്നതിനെയാണ് എത്തിക്കൽ ഹാക്കേഴ്സിനെയാണ് വൈറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ബ്ലാക്ക് ഹാക്കേഴ്സ് എന്ന് പറയുമ്പം നമുക്കിപ്പം പൈസയ്ക്ക് വേണ്ടി കിട്ടിയ വൾനറബിലിറ്റീസും കാര്യങ്ങളും യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് അകത്ത് കയറി അതിനകത്ത് ഡാറ്റാസും കാര്യങ്ങളും ഒക്കെ വെളിയിൽ കൊടുത്ത് പൈസ വാങ്ങിക്കുന്നതാണ് ബ്ലാക്ക് ഹാക്കേഴ്സ്. ഗ്രേ ഹാക്കേഴ്സ് എന്ന് പറയുമ്പം കോമ്പിനേഷനാണ്, വൈറ്റും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനാണ്. അതായത് എത്തിക്കലായിട്ടും ചെയ്യും, റിപ്പോർട്ടും ചെയ്യും, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനും വീക്ക്നെസ് യൂസ് ചെയ്ത് കയറുകയും ചെയ്യും അവർ. അത് കഴിഞ്ഞ് CIA എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിളാണ്. അതായത് സൈബർ സെക്യൂരിറ്റി കുറേ റൂൾസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പം നമ്മളെ കോൺഫിഡൻഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ ആധാർ, അങ്ങനെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കളക്ട് ചെയ്യുന്നതിനും എല്ലാം കൂടെ സ്റ്റേജാണ്. പിന്നെ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ ഡീറ്റെയിൽസിൻ്റെ എത്രത്തോളം വാലിഡാണ് എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. അവൈലബിലിറ്റി എന്ന് വെച്ചാൽ സിസ്റ്റം അവൈലബിൾ ആണോ എന്ന്, ഹാക്കിങ്ങിന് വേണ്ടി അവൈലബിൾ ആണോ എന്ന് ചെക്കിങ്ങിനാണ്. ഫേസസ് ഓഫ് ഹാക്കിങ് അത് കഴിഞ്ഞ് അടുത്തത് നമുക്ക് 5 ഫേസസ് ആണ്, അതായത് 5 തൂണുകളാണ്. ഹാക്കിങ്ങിൻ്റെ 5 തൂണുകളാണ്. അതിൽ ഒന്നാമത്തെ ഇതാണ് റെക്കഗ്നൈസേഷൻ. റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ റെക്കഗ്നൈസ് ചെയ്യുകയാണ്, അയാളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണ്. അതിന് 2 രീതിയിലുണ്ട്, ആക്റ്റീവും പാസീവും. ആക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോൺ കോളൊക്കെ യൂസ് ചെയ്ത് ഇപ്പം ബാങ്കിൽ നിന്നാണ് എന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബ്രാഞ്ച്, IFSC കോഡ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് ഇതാണ് ആക്റ്റീവ്. പാസീവ് എന്ന് വെച്ചാൽ നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനാണ്. അതിന് അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ സ്കാനിങ് ആണ്. സ്കാനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വൾനറബിലിറ്റി സ്കാനിങ് ഉണ്ട്, അതേപോലെ തന്നെ Nmap യൂസ് ചെയ്ത് സ്കാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്കാൻ ചെയ്ത് കിട്ടുന്ന പോക്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ് എങ്കിൽ അതിനകത്ത് വൾനറബിലിറ്റീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുമ്പം ഗെയിൻ ആക്സസ് ആണ് അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ ഗെയിൻ ആക്സസ് ആണ്. ആക്സസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പോക്ക് നമ്പർ നമ്മുടെ IP ഒക്കെ കൊടുത്ത് കയറി എന്ന് വിചാരിക്കുക. ആ കയറി ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബാക്ക് ഡോറായിട്ട് ഒരു റാറ്റ് ഇൻസ്റ്റാൾ ചെയ്യും, ആക്സസ് മെയിൻറ്റെയിൻസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ക്ലിയർ ആൻഡ് ട്രാക്സ്, ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇറങ്ങിപ്പോവുക. ഇതിനൊക്കെ ഓരോ ഇതിലും ഓരോരോ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാൽവെയർ എന്താണ്, ജസ്റ്റ് ഹാൻഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ്സ്, അതായത് കമ്പ്യൂട്ടറിന് ഹാൻഫുള്ളാണ് എന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മാൽവെയറിന്. ട്രോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ടായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. വാംസും ഇതുപോലെ തന്നെയാണ്, കമ്പ്യൂട്ടറിന് ഹാൻഫുൾ ആയിട്ടുള്ള മലീഷ്യസ് പ്രോഗ്രാംസ് ആണ്. സൈബർ ക്രൈം ജസ്റ്റ് ഇതൊക്കെയാണ്. ഫിഷിങ്, അതേപോലെ തന്നെ ടെററിസം, അങ്ങനെയുള്ള ഐഡൻറ്റിറ്റി തെഫ്റ്റിങ്, ഇതൊക്കെ സൈബർ ക്രൈമാണ്. അതേപോലെ തന്നെ ചൈൽഡ് പോൺ, അങ്ങനെയൊക്കെ ഉള്ളത് സൈബർ ക്രൈമിൻ്റെ ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ 2 മോഡാണ് നമ്മുടെ കാളിക്കകത്ത് വരുന്നത്, അതായത് യൂസർ മോഡും റൂട്ട് മോഡും. പിന്നെ ബേസിക് കമാൻഡ്സ് ആണ്. PWD എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ്റിംഗ് വർക്ക് ഡയറക്ടറി ആണ്. LS എന്ന് വെച്ചാൽ ലിസ്റ്റിംഗ് ഫയൽസ് ആണ്. മേക്ക് ഡയറക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ക്യാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ചെയ്യാൻ വേണ്ടി, CP വെച്ച് കോപ്പി ചെയ്യാൻ വേണ്ടി, MV എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിങ് കമാൻഡാണ്, RM എന്ന് വെച്ച് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ്, UNAME എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഇൻഫർമേഷൻസൊക്കെ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയാണ്. VA എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്ററാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. ഹിസ്റ്ററി കമാൻഡ് നമ്മൾ ഇത്രയും നാളെ ടൈപ്പ് ചെയ്ത കമാൻഡ്സും കാര്യങ്ങളും കാണാൻ വേണ്ടിയാണ്. HUAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ യൂസർ ഐഡീസും കാര്യങ്ങളും ഒക്കെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ RM-RF എന്ന് വെച്ചാൽ ഡിലീറ്റ് ഡയറക്ടറി കണ്ടൻസ് ആണ്. പിന്നെ ഈഫ് എന്ന് വെച്ചാൽ IP കിട്ടാൻ വേണ്ടിയാണ്. എക്കോ എന്ന് വെച്ചാൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ്. ക്ലിയർ അടിക്കുമ്പോൾ മൊത്തം ക്ലിയർ ആവും. APT ഗെറ്റ് കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പാക്കേജസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഇൻസ്റ്റാളേഷന്, റിമൂവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി APT ഗെറ്റ് യൂസ് ചെയ്യും. പിന്നെ റീഡ് റൈറ്റ് എക്സിക്യൂഷൻ ഇതാണ്, അതായത് CH മോഡ്. എൻ്റെ കൂടെ DPKG കമാൻഡ് പറഞ്ഞില്ലല്ലോ. അപ്പം DPKG കമാൻഡ് എന്ന് വെച്ചാൽ DB ഫയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൺ ചെയ്യാനൊക്കെ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ കാളി CH മോഡ് +X അങ്ങനെയുള്ള കമാൻഡ് എന്ന് വെച്ചാൽ പെർമിഷൻസും റൺ ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയാണ്. അത് റീഡ് റൈറ്റ് എക്സിക്യൂഷൻ, അതിന് ഓരോ വാല്യൂ ഉണ്ട്. റീഡിന് 4, റൈറ്റിന് 2, എക്സിക്യൂഷൻ 1. പിന്നെ UGO, അതായത് യൂസർ ഗ്രൂപ്പ് അതർ, ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് CH മോഡ്. അതായത് 4, 2, 1 കൂടെ കൂട്ടുമ്പോൾ 7 വരും. ആ 7ആണ് 777. പെർമിഷൻ എല്ലാം ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ CH മോഡ് 5555 അടിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.